നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഒരു എല്ലാ മാസം ജലദോഷം, മൂക്കടപ്പ്, ചുമ, പിന്നെ ശ്വാസം മുട്ടല്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവും, ആന്റിബയോട്ടിക് എടുക്കും, കുറെ കഫ് സിറപ്പ് എടുക്കും. ശരിക്കും നമ്മള് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് അലർജി എന്നുള്ളത്. അപ്പൊ നമ്മള് അലർജി എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. കുട്ടികൾക്ക് മാത്രമായിട്ടൊരു സെന്റർ, ആസ്പയർ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പല പല ഹോസ്പിറ്റലിലും പോകുമ്പോഴും അവിടെ മാത്രം കുട്ടികൾക്ക് വേണ്ടി വേറെ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ്. സന ഡോക്ടർ അല്ലേ? നമ്മൾ സന ഡോക്ടർ റീൽസ് ഒക്കെ താങ്ക് യു സോ മച്ച്. അപ്പൊ സന ഡോക്ടർ സാധാരണ ഈ കുട്ടികൾക്ക് അലർജി, ആസ്മ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് അല്ലെ ഡോക്ടറെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോയിൽ വന്നതിൽ കാണിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. സത്യം പറഞ്ഞത് എന്താ ഡോക്ടറുടെ ആക്ടിവിറ്റി എന്താ ചെയ്യുന്നത്? നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഒരു എല്ലാ മാസം ജലദോഷം, മൂക്കടപ്പ്, ചുമ, പിന്നെ ശ്വാസം മുട്ടല്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവും, ആന്റിബയോട്ടിക് എടുക്കും, കുറെ കഫ് സിറപ്പ് എടുക്കും, കുറെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യും, അതുപോലെ മോണ്ടക്കൽസി അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യും. ഒരു എവറി മന്ത് അല്ലെങ്കിൽ എവറി 2 months ഇങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ട്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് മൂക്കടപ്പ്, തുമ്മല് മാത്രമായിട്ട് വരുന്ന കുട്ടികൾ. ശരിക്കും നമ്മള് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് അലർജി എന്നുള്ളത്. അപ്പൊ നമ്മള് അലർജി എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അത് തന്നെ നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാം. ശരിക്കും അങ്ങനെയാണ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ എവറി മന്തിൽ നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് പോകുന്നത്, കഫ് സിറപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കുന്നത് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അലർജി എന്താന്നുള്ള, അലർജി ആണെങ്കിൽ അതെന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കണം. ഈ കുട്ടികൾക്കൊരു അലർജി പ്രശ്നം ഇപ്പൊ മൊത്തത്തിലൊരു പ്രശ്നമാണ് അല്ലെ? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളതേ ഒരാളെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ കുറെ മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ് ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി. ഇത് നമ്മളിപ്പോ കോമൺ ആയിട്ട് കാണുന്ന അലർജിയിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, കോമൺ ആയിട്ട് കാണുന്നതാണ് ഡസ്റ്റ് മൈറ്റ്, ബെഡ്ഷീറ്റ്, തലേണ ഏറ്റവും കൂടുതലായിട്ട് അതിലാണ് കാണുന്നത്. അതുമാതിരി കോക്രോച്ച്, പൂമ്പൊടി, ഇതൊക്കെയാണ് നമ്മളെ അലർജിക്കുള്ള കാരണങ്ങൾ. അപ്പൊ നമ്മളത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അതിന്റെ വെരി സ്മോൾ ഡോസ് കൊടുത്തിട്ട് അതിലൊരു പിക്ക് കൊടുക്കുമ്പോൾ എന്താണോ അലർജി, നമ്മൾ അലർജി ഉണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസ് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ടെസ്റ്റ് ആണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്, അലർജിന്റെ ടെസ്റ്റ്. അതെ അതെ അതെ. അലർജി ഉള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ആദ്യം ചെയ്യണം. അതെ, അതായത് അലർജി ഉള്ള കുട്ടികൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഹിസ്റ്ററിയിലൂടെ നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് അലർജി തന്നെയാണോ അല്ലയോ. ഇൻ കേസ് അലർജി ആണെങ്കിൽ ഏതെല്ലാം അലർജൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഹിസ്റ്ററി വൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് അലർജി എന്നുള്ളത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ആണ് ഇത്. പേടിക്കാനില്ല കേട്ടോ അമ്മൻ, ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു പ്രിക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു 10-15 minutes വെയിറ്റ് ചെയ്യാം. അപ്പൊ 15 minutes ഇപ്പൊ അലർജി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ല സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങും, നല്ല ചൊറിച്ചില് വരാൻ തുടങ്ങും. അപ്പോ ആ ഒരു റിയാക്ഷൻ, അപ്പൊ ഒരു 15 minutes കഴിഞ്ഞാൽ എന്തിനാണോ അലർജി ഉള്ളത് അവിടെ അത് പൊങ്ങി വരും. ഈ ഇൻഫ്ലമേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഇൻഫ്ലമേഷൻ ഇപ്പൊ നോസിൽ വരുമ്പോഴാണ് ഈ മൂക്കടപ്പ്, തുമ്മല്, ചെസ്റ്റിൽ വരുമ്പോഴാണ് ചുമയും ശ്വാസം മുട്ടലും ആയിട്ട് വരുന്നത്. നമ്മളൊരു 15 minutes കഴിഞ്ഞു ഡോക്ടറെ, ഇവിടെ 1-2 സ്ഥലങ്ങളിൽ തടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏർട്ടിക്കേരിയൽ റാഷസ്, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറുതെ നോർമലായിട്ട് കളിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ഒരു റാഷസ് വരാറുണ്ട്. അപ്പൊ സോ ഡസ്മൈറ്റ്, ഹീ സെൻസിറ്റൈസ് ടു ഡസ്മൈറ്റ് ആണ് അവന്റെ അലർജീന്റെ ഒരു റീസൺ. അപ്പൊ അതുകൊണ്ടാണ് ഡസ്മൈറ്റിന് മാത്രമാണ് അവൻക്ക് ആ ഒരു റിയാക്ഷൻ കാണുന്നത്. അതായത് ഈ ഒരു കോക്രോച്ച്, പൂമ്പൊടി, അതുമാതിരി തന്നെ എഗ്, ഫുഡ് അലർജൻസ്, ഇതിനൊന്നും അവൻക്ക് പ്രശ്നങ്ങളില്ല. അവൻക്ക് ഈ ഡസ്മൈറ്റിന് മാത്രമാണ് റിയാക്ഷൻ കാണിക്കുന്നത്. അലർജി ഉള്ള കുട്ടികൾ വന്നാലും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവന് അലർജി വന്നതെന്ന് അറിയാൻ പറ്റും. എന്താണ് അതിന്റെ കാരണം. അപ്പൊ ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചുമയും ശ്വാസമുട്ടലും വരുന്ന കുട്ടികളുടെ
എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അലർജി ആണോ അല്ലേ, അലർജി ആണെങ്കിൽ എന്തിനാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അതിനുള്ളതാണ് ഈ ഒരു ടെസ്റ്റ്. അതെ അതെ. ഇത് കണ്ടോ, ഇതാണ് നമ്മള് F40 ലങ് ഫങ്ഷൻ ടെസ്റ്റ്. അതായത് കുട്ടികളുടെ ഇത് ഇപ്പൊ ചുമ ഒക്കെ ഉള്ള കുട്ടികൾക്ക്, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന കുട്ടികൾക്ക് അവരുടെ എയർവേസ്, ലങ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ, എയർവേസ് അഫക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ലങ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. എപ്പോഴെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോ ഒരു ജലദോഷം ചുമയും വരുന്ന മാതിരിയല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. നമ്മളിപ്പോ വലിയ ആളുകളിൽ സ്പൈറോമെട്രി ചെയ്യും. അപ്പോ അതിന്റെ ഡിഫിക്കൽട്ടി എന്താന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കണം, ഡീപ്പ് എക്സലേഷൻ. അപ്പൊ അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നോർമലായിട്ട് ഇവർ ബ്രീത്ത് ചെയ്യുക, നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. കുട്ടികൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഫ്രം 3 years ഓൺവേർഡ്സ്, 3 വയസ്സായിട്ടുള്ള കുട്ടികളെ മുതൽ നമ്മൾക്ക് ഇതിന്ന് അവരുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഡോക്ടർ, നമ്മളിപ്പോ ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ ആക്ച്വലി? ഇപ്പോ ആക്ച്വലി ഇപ്പൊ നിങ്ങള് ഒരു വീട്ടിലേക്ക് പോകുന്നു, കുറച്ച് ദിവസമായിട്ട് അടഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കാർക്കോ ഭയങ്കരമായിട്ട് തുമ്മല് വരുന്നു, അത് കഴിഞ്ഞ് ചുമ വരുന്നു. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒരു കാര്യം കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഓവർ റിയാക്ഷൻ. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഈ അലർജി ടെസ്റ്റിലൂടെ കണ്ടെത്തി. എന്താണ്, ഡസ്മൈറ്റ് ആണ് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അത് തന്നെ ബോഡിയിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഓവർ റിയാക്ഷനെ നോർമൽ റിയാക്ഷനിലേക്ക് കൊണ്ടുവരാം. അതാണ് ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സ. എന്താണോ നമ്മൾക്ക് ഓവർ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡീന്റെ, അതിന് നമ്മുടെ നോർമൽ റിയാക്ഷൻ, ഒരു കുഴപ്പമില്ലാണ്ട് നോർമലാണ്, ആ ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോ തെറാപ്പി. അല്ലാണ്ട് നമ്മളിങ്ങനെ കുറെ മെഡിസിൻ കൊടുത്തിട്ട് ഇതിനെ സപ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. മെഡിസിൻ കൊടുത്താൽ സ്റ്റിറോയിഡ് കൊടുത്ത ആ ഒരു സമയത്ത് മാത്രമേ ആശ്വാസം ഉണ്ടാവും, പിന്നെയും വരും. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മള് എന്താ അതിന്റെ കാരണം അത് തന്നെ കണ്ടെത്തി അത് തന്നെ ബോഡിയിലേക്ക് കൊടുക്കുക. അതിനാണ് ഇമ്മ്യൂണോ തെറാപ്പി. അതാണ് നമ്മളോട് ചെയ്യുന്നത്. അതെ അതെ.